കുടമാറ്റം ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി നുരഞ്ഞ് പതഞ്ഞ് ആവേശത്തിൻ്റെ തിരമാലകൾ അങ്ങോട്ട് ഉയർത്തുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ നാഗദൈവങ്ങൾ കുടിയിരിപ്പുണ്ട്, അതുപോലെ സുബ്രഹ്മണ്യനുണ്ട്, ഹനുമാനുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആദിശങ്കരൻ്റെ അപൂർവമായ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇത്തരത്തിൽ അതുപോലെ കാശിനാഥൻ ഇവിടെ കുടികൊള്ളുന്നുണ്ട്, ചിദംബരനാഥനുണ്ട്, അതുപോലെ ഊരകത്തമ്മ തിരുവടികളുണ്ട്. എന്തിന് കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിഷ്ഠ പോലും ഈ ക്ഷേത്രത്തിലുണ്ട്. വേദവ്യാസനുണ്ട്, പാറമേൽക്കാവിലമ്മയുടെ മൂലസ്ഥാനമായ ഇലഞ്ഞിത്തറയുണ്ട്. അങ്ങനെ എവിടെയും ഭഗവത് ചൈതന്യത്തിൻ്റെ ഒരു വല്ലാത്ത അനന്ത സുന്ദര സീമകളിൽ ആറാടുന്ന ഒരു വല്ലാത്ത സുഗന്ധം, അപരിമേയമായ ഒരു സുഗന്ധം ഇവിടെ കുടികൊള്ളുകയാണ്. ഈ മണ്ണിലേക്ക് പാദം ചവിട്ടുന്ന ഓരോ മനുഷ്യനും ഒരു പുണ്യത്തിൻ്റെ ഭൂമികയിലേക്ക് നടന്നു കയറുന്ന അവസ്ഥയാണ്. രണ്ട് അമ്മമാർക്ക് വേണ്ടിയുള്ള വേദികയാണ് നാം കാണുന്നത്. ഇവിടെ ശംഖുചക്ര ഗദാ പങ്കജധാരിയായ പീതാംബരൻ പോലും കാലം കടലെടുത്തു പോകുമ്പോൾ, ത്രിമൂർത്തികളും കടലെടുക്കുമ്പോൾ ഇവിടെ ദൈവം ആലിലയിൽ ഇങ്ങനെ വിഷ്ണു ഭാവത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നും ആ സമയത്ത് ഒരു അശരീതി കേൾക്കുമെന്നും അത് കുടമാറ്റത്തിൻ്റെ അശരീതിയാണെന്നും അമ്മ ദൈവങ്ങളുടെ അശരീതിയാണെന്നും ആദിപരാശക്തിയായ അമ്മയുടെ വിളിയാണെന്നും പറഞ്ഞു വയ്ക്കുന്നു വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ. ഭാരതത്തിൻ്റെ മതരഹിതമായ ജാതിരഹിതമായ സ്വപ്നങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അമ്മ, അക്ഷരം, അറിവ്, അഗ്നി, അങ്ങനെ കുറേ വാക്കുകൾ കോർത്ത് ചേർത്തൊരു ജപമാലയിലെ മുത്തുപോലെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ രണ്ട് അമ്മമാർ ഒന്നിക്കുകയാണ്. പാറമേൽക്കാവിലമ്മയും തിരുവമ്പാടി അമ്മയും അങ്ങനെ മുഖാമുഖം വന്ന് നിന്നിട്ട് അവർ രണ്ടുപേരും കൂടി കുടമാറ്റത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും ഈ കുടമാറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് നാളെ പുലർച്ചെയും അതിഗംഭീരമായ പൂരം വെടിക്കെട്ട്. മലയാളിയുടെ വികാരമായ തൃശ്ശൂരുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ വെടിക്കെട്ട്, അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കടകപൂരങ്ങളും അമ്മമാരും ഒക്കെ കൂടി യാത്ര പറഞ്ഞു പോകുന്ന അതിമാനവികമായ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച നേരിട്ട് തന്നെ കാണണം. ഇവിടെ ദൈവവും മനുഷ്യനും ഒന്നായി മാറുന്ന തത്വമസി, അദ്വൈതം രണ്ടല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയുടെ ഒരു സെലിറ്റ് ഫോമിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന, ശരിക്കും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ഒരു എന്താ പറയുക, വാക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ചൈതന്യത്തിൻ്റെ സാമീപ്യം നമ്മൾ തിരിച്ചറിയുന്നു. ഇവിടെ നോക്കുക, ഈ പൂരം ഒരു ചിത്രം പോലെ, ഒരു നിറച്ചാർത്തുള്ള ഒരു മനോഹരമായ പടം പോലെ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ വിരിഞ്ഞ് വിരാജിച്ചു നിൽക്കുന്ന നിമിഷമാണ് കുടമാറ്റം. ഞാൻ ഈ കുടമാറ്റത്തിൽ നീല വന്നു, പച്ച വന്നു, മഞ്ഞ വന്നു എന്ന് പറയാത്തത് ഈ കണ്ണുകൾക്ക് ആവേശം പകർന്നുകൊണ്ട് നിങ്ങൾ തന്നെ അത് ഒപ്പിയെടുക്കുക. ഞാൻ മനസ്സിലാക്കുന്ന നിറമല്ല ഇവിടെ നിന്നുകൊണ്ട് മറ്റൊരു വീക്ഷണത്തിൽ ഒരാൾ മനസ്സിലാക്കുക. അങ്ങനെ നിറങ്ങൾക്ക് പോലും നമ്മൾ 7 വർണ്ണങ്ങളെന്നാണ് പറയുന്നത്. മഴവില്ലിന് ലബ്ജിയോർ 7 നിറങ്ങളെന്ന് പറയുന്നത്. 7ഒന്നുമല്ല, 7 കോടി കൊണ്ടുപോലും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നിറങ്ങൾ. ഇതൊക്കെ എവിടെ പോയി പൊക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. വലിയ രസകരമാണ്. അതും മത്സരിക്കുകയാണ് സൂറത്തിലും ഗുജറാത്തിലും അങ്ങനെ പല സ്ഥലങ്ങളിലും.